ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അടിപൊളി ഹൈദരാബാദി ചിക്കൻ കറിയാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 5 കാഷ്യൂ നട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ബദാമും റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്യൂ നട്ട്സ് മാത്രമുള്ളെങ്കിൽ കാഷ്യൂ നട്ട്സ് മാത്രം റോസ്റ്റ് ചെയ്താൽ മതി, ബദാം വേണമെന്നില്ല. ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല. എന്നിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ റോസ്റ്റ് ചെയ്ത ബദാമും അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളകും ഒരു കപ്പ് മല്ലിയിലയും ഒരു 1/4 കപ്പ് പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സവാള ഫ്രൈ ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് തൈര് ആഡ് ചെയ്തിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കും. ഈ അരപ്പ് നമുക്ക് ചിക്കനിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. ഈ മിക്സിങ് 1 ഹവറെങ്കിലും കീപ്പ് ചെയ്യണം. എങ്കിലേ ചിക്കനിൽ ഇതെല്ലാം പിടിക്കുകയുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലത്. 1 മണിക്കൂറിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിൽ 2 ടീസ്പൂൺ ഓയിലും 2 ടീസ്പൂൺ നെയ്യും ഒഴിക്കുക. അതിലോട്ട് 3 കഷ്ണം പട്ടയും 2-3 പീസ് ഗ്രാമ്പും ഇട്ടൊന്ന് മിക്സ് ചെയ്യണം. സാജീരകം ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. പക്ഷേ എൻ്റെ കയ്യിൽ അത് ആഡ് ചെയ്തില്ല. എന്നിട്ട് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ആഡ് ചെയ്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ്സ് മിക്സ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് ഒരു 30 to 35 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് വെക്കണം. ഓപ്പൺ ചെയ്യാനേ പാടില്ല. അതിൻ്റെ ഇടയിൽ ലോ ഫ്ലെയിമിൽ വേവിക്കണേ, ഫ്ലെയിം കൂട്ടരുത്. ആ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുമ്പോഴാണ് ഈ കറക്റ്റ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ കറീൻ്റെ. എന്നും ഒരേ കറിയൊക്കെ കൂട്ടി ശീലം ഒരു ചേഞ്ചൊക്കെ ആവാമല്ലോ. അങ്ങനെ ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കുമല്ലോ. തേർട്ടി 35 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്തപ്പോഴുള്ള അടിപൊളി ചിക്കൻ കറി റെഡി. ചപ്പാത്തി, ബട്ടർ നാൻ, പൊറോട്ട, അതിൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോമ്പിനേഷൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് അറിയിക്കണേ.